പാർക്ക് വീണ്ടും ഒന്നുകൂടെ പാസ് ചെയ്തു അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ. അപ്പം നമ്മളിപ്പം മജുലി എന്ന് പറഞ്ഞൊരു ഐലൻഡിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നല്ല കിടലിനായിട്ടുള്ള ഒരു റോഡും നല്ലൊരു സൺറൈസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആണെങ്കിൽ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിലും മുഴുവനാണെങ്കിൽ പോക കയറി നിൽക്കുവാണ്. എൻ്റെ പൊന്നെ, ഇത് കുരങ്ങന്മാർ നോക്കി എന്താണ് കുരങ്ങന്മാരൊരു ജാഥ. പാർട്ടി സമ്മേളനം കഴിഞ്ഞ് പോകണോ? കുഞ്ഞുങ്ങളും എല്ലായിട്ട് പോണ പോക്കി. എൻ്റെ അമ്മോ, ഇനിയുണ്ട്, ഇനി വരാൻ നിൽക്കുന്നത് ഉള്ള ബിൽഡിങ്ങിന് മേളിക്കൂടെ ഉണ്ട്. ചിഞ്ചേർഡ് ബ്ലാക്ക് ടീ, ചിഞ്ചേർഡായിട്ട് നല്ല ആരോമ സ്മെല്ലുണ്ട്. ടീയുടെ എക്സലന്റ്. ആസാമിലെ ഒരു പ്രഭാത കാഴ്ച. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആണെങ്കിൽ കുറേ പേര് നടന്നു പോകുന്നത് കാണാം. കുറേ പേര് പണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈക്കിളിൽ പോകുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ സൈഡിലാണ്. നമ്മുടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ കുറേ ബോട്ടുകളൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം മജുലി ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. മജുലി ഐലൻഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഐലൻഡാണ്, ഒരു റിവർ ഐലൻഡാണിത്. ബ്രഹ്മപുത്ര നദിക്കുള്ളിലുള്ള ഒരു ഐലൻഡാണിത്. 2016 സെപ്റ്റംബർ 8 ആണെന്നുണ്ടെങ്കിൽ ഈ ഐലൻഡിനെ ഒരു ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ഐലൻഡ് ഒരു ഡിസ്ട്രിക്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ആ ഐലൻഡ് കാണാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നിമാട്ടി ഘാട്ടിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കടത്ത് ഫെറി സർവീസിൽ വേണം പോകാൻ. കേട്ടോ, നമ്മുടെ സൈഡിൽ ബോട്ടും ഫെറിയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ സമയം 7:15 കേട്ടോ. നമ്മൾ ഫെറിക്കുള്ള ടിക്കറ്റ് എടുത്തു. 2 പേർക്കാണെന്നുണ്ടെങ്കിൽ 40 രൂപ, ഒരാൾക്കാണെങ്കിൽ 20 രൂപയായിട്ട് റേറ്റ് വരുന്നത്. ഈ ഫെറിയിൽ കാറും ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോവാം. അതിന് സെപ്പറേറ്റ് ഫീസാണ്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ഈ ഫെറിയുടെ അവിടെയുള്ള കടകളാണ്. കടകളൊക്കെ ആണെങ്കിൽ തുറന്നു വരുന്നതേ ഉള്ളൂ. നമ്മളിരിക്കുന്നത് ബോട്ടിൻ്റെ അകത്താട്ടോ. അപ്പം ആ ഇരിക്കുന്നതിൻ്റെ മുകളിലാണ് ബൈക്കൊക്കെ കയറ്റി വച്ചിരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ കാറും പിന്നെ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയുള്ള ഏരിയയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും കുറേ അരിച്ചാക്കും സാധനങ്ങളൊക്കെ ആണെങ്കിൽ
ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മജുലി ഐലൻഡിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നമ്മളിപ്പോൾ ബ്രഹ്മപുത്ര നദി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുത്ര നദിയാണെങ്കിൽ കടൽ പോലെ കിടക്കോട്ടെ. ഫുഡ് നോക്കി നമ്മുടെ സൈഡൊക്കെ അങ്ങ് ദൂരെയാണ്. അതേപോലെ ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ നദിയിലൂടെയുള്ള റൈഡ് അടിപൊളിയാട്ടോ. ഇപ്പം നമുക്കാണെങ്കിൽ ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോടമഞ്ഞ് കയറി നിൽക്കുവാണ്. വിസിബിലിറ്റി തീരെയില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഫെറി, നമ്മുടെ കുറച്ച് അപ്പുറമായിട്ടൊരു ചെറിയൊരു വൈറ്റ് പോർഷൻ കേട്ടോ. അത് റിവറിൻ്റെ ഒരു നടുഭാഗത്തായിട്ടുള്ള ഒരു ഏരിയയാണ്, കുറച്ച് ലാൻഡാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തെ വശത്തും നദി ഒഴുകി പോകുന്നുണ്ട്. Assamese is other people. What other language? every language is there. Home language. Assamese is official language. Two language. Farming. Paddy is the main farming. Mustard also mustard, pulse also. സീൻ മോനെ നമ്മുടെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ ഫോഗ് കയറിയിരിക്കും കേട്ടോ. നമ്മുടെ വണ്ടിയിലുള്ള നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാരെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ചുറ്റുമാണെന്നുണ്ടെങ്കിൽ വെള്ളം മയം മാത്രം. നല്ല തണുപ്പ്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ചെങ്കാറ് കണ്ടോ, അത് കൊച്ചിൻ ഷിപ്പേലുണ്ടാക്കി കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്, മജുലി. বাইদেউ কি কি দেখুৱাম শুনা? চামগুৰি সত্ৰ দেখুৱাম, দক্ষিণপাট সত্ৰ দেখুৱাম, উত্তৰ কমলাবাৰী দেখুৱাম, ঘাটত আহি থৈ দিম। He says that he will visit you. He will visit Samoguri Satra. Many satras are there. Then he will
Lukimbak Kotor. He will take 1,500 from you. Okay? No. No need. No need. হেৰি কৰিব নালাগে বোলে ভিজিট নকৰে The language you speak is Assamese language? Assamese. Assamese. মোৰ ওচৰত আহিলে বেয়া হ'ব নি আজি? হ'ব একো নাই নমাই দিব খোজকাঢ়ি হ'ব দিয়ক একো নাই Where are you from? Karnataka. Karnataka. From Kerala. Bangalore. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കമലാപാരി ഫിഷ് മാർക്കറ്റിൻ്റെ അകത്താണ്. ഇപ്പോൾ സമയം 10:30 ആയതുകൊണ്ട് മീനൊക്കെ ഓൾറെഡി വിറ്റ് തീർന്നു. കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും അത് പോയി കാണാം. നമ്മളിപ്പം മജുലി ഐലൻഡിലെ കമലാപാരി എന്ന സ്ഥലത്തെ ഗ്രാമത്തിലുള്ളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വീടുകൾ കാണാം. ഇപ്പുറത്തെ വശത്താണെന്നുണ്ടെങ്കിൽ കണ്ടവാട്ടോ. കണ്ടത്തിലാണെങ്കിൽ ഇപ്പം കടുകൊക്കെ ആണെങ്കിൽ പൂത്ത് നിൽപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ ഒരു സത്രം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കമലാപാരി സത്രം. സത്രമല്ല, സത്ര. സത്രം സത്ര എന്ന് പറഞ്ഞാൽ അമ്പലം, മന്ദിർ. അങ്ങനെയാണോ? ഓക്കെ. മജുലിയിൽ ഒത്തിരി സത്രയുണ്ട് അങ്ങനത്തെ. സത്ര എന്ന് പറഞ്ഞാൽ മന്ദിർ, ടെമ്പിൾ. ആസാമീസ് ഭാഷയിൽ മന്ദിർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലത്തിന് പറയുന്ന പേരാണ് സത്രാസ്. ഇത് ലാൻഡ് ഓഫ് സത്രാസ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം. കമലാപാരിയിൽ കുറേ സത്രാസ് ഉണ്ട്. മാജുലിയിൽ ശരിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 3 ദിവസം വേണം. മാജുലി അത്രയും വലിയൊരു ഐലൻഡാണ്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോകുന്നത് പോലെ ഉള്ളൊരു ഐലൻഡല്ല. അപ്പോൾ അതുകൊണ്ട് മാജുലിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യണം ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടെ എക്സ്പാൻഡഡ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ മോഡേണിറ്റി ഒക്കെ വന്നിട്ട് എക്സ്പാൻഡഡ് ആയി. പക്ഷേ ഇവിടെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മിസ്സിങ് കമ്മ്യൂണിറ്റി, ഡോയറോ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ലിവിങ് സ്റ്റൈൽ കാണാനാണ് നമ്മൾ ശരിക്കും ട്രൈ ചെയ്യേണ്ടത്. ഇത് പക്ഷേ ഇപ്പോൾ ജോർഹട്ടിലൊക്കെ വന്നിട്ടുള്ള
ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഹൗസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി. പക്ഷേ ഇതിലെ റിയൽ കമ്മ്യൂണിറ്റി ഇപ്പോഴും ഇവിടെ ഉണ്ട്. കുറേ സ്ഥലത്ത് ബ്രഹ്മപുത്രയുടെ തീരങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ വീട് കെട്ടിയിട്ട് അവിടെ വെള്ളം കയറുമ്പോൾ ആ വെള്ളം കയറുമ്പോഴത്തേക്ക് ആ വീടുകളൊക്കെ ഒലിച്ചു പോകും. അപ്പോഴത്തേക്ക് കുറച്ച് മേലോട്ട് കയറും അവർ. അങ്ങനെ വീണ്ടും അത് വെള്ളം ഇറങ്ങുമ്പോൾ വീണ്ടും അവിടെ വന്ന് വീട് കെട്ടും. ഇങ്ങനെ വടിയിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുള്ള വീടുകൾ. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ലൈഫൊക്കെ കാണാനാണ് ശരിക്കും നമ്മൾ ഇവിടെ വരേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു ടൂറിസ്റ്റ് എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് കാണാനോ അത് കണ്ടിട്ട് തിരിച്ചു പോകാനോ അങ്ങനെയൊന്നുമല്ല. മാജുലി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുറേ വർഷങ്ങളായിട്ട് ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിറ്റികൾ ഐലൻഡിൽ മിക്സ് ചെയ്യാതിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ട്രൈബ്സ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ്, പല എത്തനിക് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ളൊരു സ്ഥലമാണ് മാജുലി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൽ മാജുലി ഒരു പ്ലാനുള്ള ഒരു സാധനമായിരുന്നില്ല. സത്രയെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതുകൊണ്ട് കുറേ ഗ്രാമത്തിൻ്റെ കാഴ്ചകളെ കാണാൻ പറ്റി. കമലബാരി എത്രയും മുമ്പാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഓതൻറ്റിക് വീടുകൾ ഈ കണ്ടത്തിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ തൂണയിൽ നാട്ടിയിട്ട് അതിൻ്റെ മേളിൽ വീടുണ്ടാക്കിയേക്കണു. ആ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരമ്പൊക്കെ വെച്ചിരുന്നു. അവിടെ വരമ്പല്ല, നമ്മുടെ എന്താ പറയുക, ഈ ബാമ്പു കൊണ്ടുള്ള വീടുകളാണ്. ബാമ്പു കൊണ്ട് മേഞ്ഞുള്ള സൈഡൊക്കെ ആണെങ്കിൽ ബാമ്പു കൊണ്ടുണ്ടാക്കിയതും മേൽക്കൂരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേക രീതിയിലുണ്ടാക്കിയ വീടുകൾ. നമ്മളിപ്പോൾ കമലാബാരി സത്രത്തിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ കവാടമാണിത്. श्रीमद् भगवत गीता वह भी मंदिर में वैष्णव। तो वो गुरुजी कौन है? ये शंकरदेव। ये फोटो है, फोटो शंकरदेव। ये सप्तारिका मन हेड मोह। ओके। ये सप्तारिका डॉक्टर नारायण चंद्र देव गोस्वामी। ये शंकरदेव अवार्ड, डी लिट और साहित्य अकादमी शिलोंग बहुत अवार्ड मिला वो। ओके। डॉक्टर नारायण चंद्र देव गोस्वामी। ये 20 सन 11 अगस्त मीन्स डेट। किताब पुस्तक यूनिवर्सिटी, दोनों यूनिवर्सिटी गुवाहाटी डिब्रुगढ़ यूनिवर्सिटी पाठ्यक्रम। How many monks? 115 monks. So they won't go to home or anything, right? No, yeah, home. Okay. सब लोग unmarried. Okay. In which age you will come here? 5-7 years we come in September. After that we'll be here only. Yeah. ഈ സത്രാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവാങ്ങിലൊക്കെ മൊണാസ്ട്രി കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു മൊണാസ്ട്രിയാണ്. ഇവിടെ ഒരു ടെമ്പിളും ഉണ്ട്. പിന്നെ അവിടുത്തെ മോങ്സൊക്കെ താമസിക്കുന്ന വീടുകളും. ഇപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ മോങ്സ് താമസിക്കുന്ന വീടുകളാണ്. ഇവിടെ ഒരു 150ഓളം മോങ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് ഈ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെൽക്കതിരുകൾ ഉണ്ടോ, നെല്ല് കൊയ്തേക്കണ കച്ചിയും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നെൽക്കതിരുകൾ അതേപടി കൊണ്ടുപോയി ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, സെൻട്രലായിട്ട് ടെമ്പിളും പിന്നെ മോങ്സിൻ്റെ വീടുകളാണെങ്കിൽ ആ ടെമ്പിളിൻ്റെ ചുറ്റുമാട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റും നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മന്ദിർ.
അപ്പോൾ ഇത് പഴയ ബിൽഡിംഗ് ആണെങ്കിൽ റിനോവേറ്റ് ചെയ്ത് പുതിയതായിട്ട് പണിതാ കേട്ടോ. അപ്പോൾ പഴയ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളാണ് കിടക്കുന്നത്. വലിയ തടിയൊക്കെ കണ്ടോ. അത് വേസ്റ്റ് ഇടുന്നത്, വേസ്റ്റ് ബിന്നിന്റെ. ഇവിടെ സൽമോറ പോട്ടറി വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഓട്ടോക്കാരൊക്കെ വന്ന് നമ്മുടെ കൂടെ കൂടും എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ. നല്ല കത്തി കാശൊക്കെയാണ് പറയുന്നത്. 1500-ഉം ചില സ്ഥലത്തേക്ക് 500-ഉം 1000-ഉം ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ഷെയർ ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഷെയർ ടാക്സിക്ക് എടുക്കുവാണെങ്കിൽ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ 50 രൂപയ്ക്ക് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിവതും വരുന്നവർ ഷെയർ ടാക്സി തന്നെ എടുക്കാൻ ശ്രമിക്കുക. മജുളിയിലെ ഒരു പോട്ടറി ഉണ്ടാക്കുന്ന ഒരു വില്ലേജിൻ്റെ അവിടെയാണ്. ഇതാട്ടെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത. എല്ലാ വീടും ഇതേപോലെ ഹൈറ്റിലാണ് ഉണ്ടാക്കിയേക്കണേ. ഒരു കുറേ പോർഷൻ അടിയിൽ ഗ്യാപ്പ് ഇടും, എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് വീട്. बोला ओखान আছে না? আছে। পয়সা কত জায়গা হে ভাড়া না মানে কেলে পানি এখন যাবা না যদি সায়েন্স
আহিলে লৈ আহিবা first, second and third step. Cao, tiger. মানে মোহৰ নিচিনা গৰু গৰু যিজনী গাভিনী গৰাকীখন গাড়ীখন নাছিলে ঘূৰাই দিয়াটো নাই নি না এইটো চৰকাৰে দিবহে দিয়ে এতিয়া ট্ৰেইনিং হ'ব নহয় এনজয়টো মই সেই যোগাযোগ হৈ আছে এনজয় পাতিটো আহিব এতিয়া বাৰু বেলেগে মৃত্যু হেৰি সদস্য যে বাকী 15জন এই মোটামুটি സദസ്യ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം ഹാൻഡ് മെയ്ഡ് ചട്ടികളാട്ടോ, കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, മെഷീനൊന്നും ഉപയോഗിക്കാതെ. ഈവൻ കറക്കുന്ന ആ വീല് പോലും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണയൊക്കെയാണ് നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്കുന്നൊരു വീലുണ്ടാവില്ലേ, അത്ത വെച്ചിട്ടുള്ള ചട്ടി ഉണ്ടാക്കണേ. ഇത് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ട് തന്നെയാണ് ഫുൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ചട്ടികളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ഈ കാണുന്ന വിറകളൊക്കെ ആണെങ്കിൽ ഈ ചട്ടി ചുടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ചുട്ട് റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടേ പോട്ടറി ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു ചെറിയൊരു തോടാട്ടോ. ആ തോട്ടിലാണ് കുറേ ചെറു വഞ്ചികൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഇവിടെ ആണെങ്കിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട്. കടുവ ഇറങ്ങിയിട്ടാണെങ്കിൽ ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു ചേച്ചിയുടെ പശുവിനെ ആണെങ്കിൽ അത് കൊന്നു. അപ്പം ആ ചേച്ചിയാണ് ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറേ പേരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പോയിട്ടുണ്ട്. ഗ്രാമത്തിലെ ചെറിയൊരു കട കേട്ടോ. അപ്പം നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഗ്രാമമാണെന്നുണ്ടെങ്കിൽ സൽമോറ ഗ്രാമം കേട്ടോ. സൽമോറയാണ് ഇവിടുത്തെ പോട്ടറി വില്ലേജ്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വശമാണെങ്കിൽ ഫുള്ള് ഫോറസ്റ്റാണ്, ടൈഗർ റിസർവാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്താണ് ഇവരുടെ ഗ്രാമം. നമുക്ക് ഇവിടുന്ന് ഗ്രാമമൊക്കെ കാണാൻ പറ്റും. ചൈനീസ് ഫിഷിംഗ് നെറ്റ്.
അമ്മൂമ്മ നമുക്ക് ടാറ്റയൊക്കെ തന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മജുലിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് മെയിൻ ലാൻഡിലോട്ട് പോവാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഫെറിയുടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. ഈ ഏരിയയുടെ പേരാണ് അൽപ്പാമുഖ് ഫെറി ഘാട്ട് കേട്ടോ. നമ്മൾ രാവിലെ വന്നിറങ്ങിയ സ്ഥലമാണ് ഇവിടെ. വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കോടമഞ്ഞായിരുന്നു. നമ്മളൊരു മൂന്നാറൊക്കെ പോയൊരു ഫീലായിരുന്നു. ഒരു വക കാണാൻ പറ്റില്ലായിരുന്നു. അവിടുത്തെ കാഴ്ചകളും ആ ഏരിയയിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പം സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ലപോലെ ക്ലിയർ ആയിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് ഫുഡൊക്കെ കിട്ടുന്ന കുറച്ച് കടകളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ഏരിയയിലാണെങ്കിൽ മീനൊക്കെ കൊടുക്കുന്നുണ്ട്. ജീവനോടെയുള്ള മീനുകൾ, പിന്നെ വലിയ മീൻ കണ്ടു. വലുതില്ല. ओके என்ன எடுக்கறேன் मछली खाना मछली ओ माय गॉड गाड़ी जाने का समय टाइम आ गया गाड़ी अच्छा ना अच्छा खाओ राइस मेरे को टाइम नहीं है राइस खाओ गाड़ी नहीं നമ്മളങ്ങനെ മജുലി ഐലൻഡിനോട് വിട പറയുകയാണ്. നമ്മൾ നേരെ ഫെറിയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാ. നമുക്ക് പോകാനുള്ള ഫെറി എത്തി. ഒരു പണി കിട്ടി കേട്ടോ. നമ്മൾ ചാടിക്കയറിയ ബോട്ടാണെന്നുണ്ടെങ്കിൽ ഫെറി ആണെന്നുണ്ടെങ്കിൽ വേറെ സൈഡിലേക്ക് പോകുന്ന ഫെറിയായിരുന്നു. നമ്മൾ വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. നമുക്ക് ഇറങ്ങാൻ വേണ്ടി സൈഡിലേക്ക് ഒതുക്കി തന്നു. നമ്മൾ നിമാട്ടിക്ക് തിരിച്ചു പോകുന്നതാണെങ്കിൽ വലിയ കുതിക്ക് കേട്ടോ. ഊറ്റൻ ഫെറിയാണ്. ഇതാണ് ഈ ബോട്ടിൻ്റെ എഞ്ചിൻ റൂം കേട്ടോ. നമ്മൾ രാവിലെ വന്നത് ആ ടൈപ്പ് ഫെറിയിലാട്ടോ. അതിലാണെങ്കിൽ 4 കാറ് കയറ്റാം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒത്തിരി ദേശാടന പക്ഷികളൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ. മജുലി ഐലൻഡ് കഴിഞ്ഞിട്ട് നിമാട്ടി ഘാട്ടിൽ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചു. ഇപ്പം നമ്മൾ ശിവസാഗർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ആസാം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുക കേട്ടോ ഈ മജുലി ഐലൻഡിൽ. നല്ല കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത്. പുരാതന രീതിയിലുള്ള വീടുകളും പിന്നെ മോഡേൺ ടൈപ്പുള്ള വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മസ്റ്റായിട്ട് ഒരു 1 നൈറ്റ് സ്റ്റേ ചെയ്ത് 2 പകലെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ, സൈറ്റ് സീയിങ് എന്ന് വിചാരിച്ചല്ല നമ്മളിവിടെ പോകേണ്ടത്. അതെ,
ഇവിടെ നമ്മളൊരു തരം നമ്മൾ കാണാത്ത ഒരു തരം കൾച്ചറും ഒരു പ്രത്യേക രീതിയും ഭക്ഷണവും എല്ലാം കൂടെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓട്ടോറിക്ഷക്കാർ ഇവരൊക്കെ ഭയങ്കരമായിട്ട് കോസ്റ്റ് വാങ്ങുന്നുണ്ട്. അത് തന്നെ. അപ്പൊ ഞങ്ങളോട് ആദ്യം ഒരാൾ പറഞ്ഞത് 900 rupees ആണ്. ആദ്യം 1500. അതെ, 1500 പറഞ്ഞു. പിന്നെ ലാസ്റ്റ് 900 പറഞ്ഞു അവൻ. പക്ഷെ ഞങ്ങള് മൊത്തം 2-3 സ്ഥലങ്ങൾ മാത്രം കണ്ട് കറങ്ങി വന്നപ്പോ ഞങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 650 rupees ആയി. അവന്റെ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ആ പ്രൈസിന്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടും ഏതൊക്കെ സ്ഥലത്ത് പോയി എത്ര വട്ടം വരാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിക്ക് ചെയ്യാതിരുന്നത്. നിങ്ങൾ കാറും കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കാറ് ഫെറി കയറ്റി നിങ്ങൾക്ക് ഐലൻഡിലോട്ട് കൊണ്ടുപോകാം. അതാണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഓരോ ഓട്ടോയും അതൊക്കെ പിടിച്ച് ഒന്നാമത് ഇവർക്ക് ലാംഗ്വേജ് പ്രശ്നമുണ്ട്. ഒന്ന് ഹിന്ദി എല്ലാവർക്കും അറിയില്ല, ഇവിടുത്തെ ആസാമീസ് ലാംഗ്വേജ് ആണ് ഇവർക്ക് അറിയത്തുള്ളൂ. അപ്പം നമുക്കത് പറഞ്ഞ് പിടിപ്പിക്കാൻ ഒരു പ്രശ്നം, പിന്നെ സമയം വേസ്റ്റാണ്, പിന്നെ കുറച്ച് കോസ്റ്റും കൂടുതലാവും. ബെറ്റർ കാർ ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ഫെറിയിൽ കയറ്റിക്കൊണ്ട് പോവുക. അതാകുമ്പോൾ അതിലെ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണുകയും ചെയ്യാം എല്ലാ സ്ഥലങ്ങളും. നമ്മൾ എന്ത് വെഹിക്കിളിലാണോ വരുന്നത്, കാറെന്നല്ല, ഇപ്പൊ നമ്മൾ വരുന്ന ബൈക്ക് ട്രിപ്പ് ആണെങ്കിൽ ബൈക്ക് ഫെറിയിൽ കയറ്റാം, കാർ വേണമെങ്കിൽ ഫെറിയിൽ കയറ്റാം. ഏത് ടൈപ്പ് ഓഫ് കാറും ഫെറിയിൽ കയറ്റിയിട്ട് നമ്മുടെ കൊച്ചിയിലുള്ള ഫെറി സർവീസസ് പോലെ. അപ്പോൾ മജുലി ഐലൻഡിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വരാം. ബൈ ബൈ.